തനിയെ അങ്ങ് നമ്മുടെ ഈ ഒരു ചൂലിനകത്തേക്ക് ഉരുകി അങ്ങ് പിടിച്ചോളും. വലിയ പണിയൊന്നുമില്ല. ഒരൊറ്റ ഇറുക്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ഇനി ഊരിയെടുക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ടൈറ്റിലാണ് ഈ സാധനം ഇരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനമായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ചൂലാണ്. നമ്മുടെ മുറ്റം തൂക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു വീടിനകം തൂക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധാ ചൂല്, ഇറുക്കിൽ ചൂല് കേട്ടോ. സാധാരണ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ചൂല് നമ്മളിത് ഇങ്ങനെ തൂത്ത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു കെട്ടുണ്ടല്ലോ, പ്ലാസ്റ്റിക് വയർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചരട് കൊണ്ടോ ആയിരിക്കും കെട്ടുന്നത്. കുറേ കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് ലൂസാവും. നമ്മുടെ ഇറുക്കിലൊക്കെ കുറേശ്ശെ ഇറങ്ങിപ്പോവും. അപ്പം ഇത്രയും വലിയൊരു ചൂല് പിന്നെ ചെല്ലുമ്പോൾ ഇത് തീരെ ചെറുതായി പിന്നെ എടുത്ത് കളയാനേ നമുക്ക് നിർവാഹമുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചൂല് ഇപ്പം മാറ്റിയിട്ട് സാധാ പ്ലാസ്റ്റിക് ചൂലൊക്കെ ആകുന്നുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് നല്ല ഇതുപോലുള്ള ഇറുക്കൽ ചൂലുകളാണ് നമ്മുടെ പ്രകൃതിക്ക് എപ്പോഴും നല്ലത്. അപ്പം നമുക്ക് എങ്ങനെ ഒരു ഇറുക്കൽ ചൂലിനെ ഒരു കാരണവശാലും ഒരു 2-3 കൊല്ലമൊക്കെ ഒരു ഇറുക്കിൽ പോലും ഇളകിപ്പോകാതെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സാധനം വേണം കേട്ടോ. അത് നമുക്ക് വേണ്ടുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷേ നമ്മൾ യാതൊരു വിധമായ ദോഷവും ചെയ്യുന്നില്ലേ. ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പി, നമ്മുടെ മിറാണ്ടയുടെയോ അതായത് പെപ്സിയുടെ ഒക്കെ കുപ്പി സാധാരണ വേണ്ട. ഇതുപോലെ ചെവിട് നമുക്ക് ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന ഏത് കുപ്പിയാലും മതിയാവും. അപ്പം ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചൂലിനെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു 3 വർഷം വരെ ഈ ചൂല് നിലനിൽക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ചൂലൊന്ന് മാറ്റിയിട്ടേ, ഇവിടെ ഒരു കത്തിയുണ്ട്. നമുക്ക് ആ കത്തി എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ, അതായത് ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അതായത് ഈ ഒരു 5-6 ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, അതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതേപ്പോൾ ഞാൻ ആ ഒരു അവസാനത്തെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം എന്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മുടെ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് മാറ്റി. എല്ലാം കാണാൻ പറ്റും. നമ്മളൊരു ഇപ്പം 6 ഹോളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. 5 ഹോളായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ഒരു മോൾ ഭാഗം കൂടെ കട്ട് ചെയ്യണം. അതായത് നമുക്ക് ഈ ഒരു അടപ്പ് വരുന്നതിൻ്റെ താഴെയായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇതുകൂടെ ഈ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾക്ക് ഈ ഒരു രീതിയിലുള്ള സാധനമാണ് വേണ്ടുന്നത്. ഇനി നമ്മുടെ ആ ഒരു ചൂല് നമ്മൾ അടിച്ചത് താഴെ ഇട്ടിട്ടുണ്ട്. ഈ ചൂലിനെ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് കുറേശ്ശെ എടുക്കാം കേട്ടോ. അതായത് ഒരു ഹോളിനകത്തൂടെ കയറുന്ന രീതിയിൽ നമുക്ക് കുറേശ്ശെ ഈ ഒരു ഈർക്കിൽ ഇങ്ങനെ എടുക്കാം. ഈർക്കിലെടുത്തിട്ട് നമ്മുടെ ഈ ഒരു കുപ്പിക്കകത്തൂടെ കയറ്റിക്കൊണ്ട് ഈ ഒരു ഹോളിനകത്തൂടെ പുറത്ത് വരണം. അതായത് ഒരു ഹോളിനകത്തൂടെ മാക്സിമം ടൈറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഈർക്കിൽ മുഴുവനായിട്ട് ഇങ്ങനെ കയറ്റി വിടാം. നമുക്കന്നേരം ഈ കുപ്പി ഉണ്ടല്ലോ നമുക്ക് തിരിച്ചും മറിച്ചും വെക്കാം. ഇങ്ങനെ കമത്തി വെച്ചാൽ ഇച്ചിരി എളുപ്പം ഉണ്ടാവും കേട്ടോ. കാരണം തിരിച്ച് നമുക്ക് ഇങ്ങനെ താഴെ നിന്ന് കയറ്റി കൊടുക്കുമ്പോൾ മുകളിൽ വരുമ്പോൾ ഇച്ചിരി എളുപ്പം ഉണ്ടാവും. അതുകൊണ്ട് വേണ്ടി നമ്മൾ കമത്തി വെച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ കയറ്റി കൊടുക്കുന്നത്. ഇതാകുമ്പോൾ എല്ലാ ഈർക്കിലും നമുക്ക് ഒരേ കിഴുത്തിലൂടെ നമ്മൾ എടുക്കുന്ന മാക്സിമം നമ്മളെ ആ ഒരു കിഴുത്തേക്കകത്ത് ടൈറ്റ് ആവുന്ന രീതിയിൽ ഈ ഒരു ഈർക്കിൽ ഇങ്ങനെ കുത്തി തന്നെ തിരികെ ശ്രമിക്കുക. ഇങ്ങനെ നമുക്ക് ഈ ഒരു 5 കിഴുത്തിലേക്കും നമുക്ക് ഓരോന്നോരോന്ന് കയറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മുഴുവൻ ഈർക്കിലും നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പം ചെളുപ്പായിരിക്കുന്നുണ്ടോ, ഓരോ നടുക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ബാക്കി എല്ലാ ഹോളിലേക്കും നമ്മുടെ ആ ഒരു ഈർക്കിൽ കയറി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇവനെ ഇങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാലും ഉരി പോകും. പക്ഷേ ഇവനെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതേ കുറച്ച് കരിയിലോട് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതേ ചൂലുകൊണ്ടൊന്ന് തൂത്തയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിക്കാം. കരിയിലൊന്ന് കത്തി വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഈ ഒരു സാധനം ചുമ്മാ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ കറക്കി കേട്ടോ. തനിയെ അങ്ങ് നമ്മുടെ ഈ ഒരു ചൂലിനകത്തേക്ക് ഉരുകി അങ്ങ് പിടിച്ചോളും. വലിയ പണിയൊന്നുമില്ല. ഇപ്പം തന്നെ നമ്മുടെ സംഭവം സെറ്റായി കഴിഞ്ഞതാ. നമ്മുടെ ചൂല് ഓക്കെ ആയി കഴിഞ്ഞ് ഇതൊന്ന് ജസ്റ്റ് ഇനി ഒന്ന് ഇതിൻ്റെ ഒരു ചൂടൊന്ന് മാറുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അന്നേരത്തെ നമ്മുടെ ആന പിടിച്ചാലും ഊരാത്ത ചൂല് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് 1 രൂപ പോലും ചിലവില്ലാത്ത ഐറ്റം തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു ഇറുക്കിൽ ഞാൻ ഇന്ന് പിടിച്ച് കാണിക്കാം. ഒരൊറ്റ ഇറുക്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ഇനി ഊരിയെടുക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ടൈറ്റിലാണ് ഈ സാധനം ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മുടെ ഈ ഒരു ഈർക്കിലും മുഴുവനായിട്ടും ഒടിഞ്ഞു പോകാതെ ഇനി ഒരു കുപ്പിക്കകത്തൊന്നും ഈ ഒറ്റ ഈർക്കിലും പുറത്ത് വരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു 3 വർഷമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലൊരു ചൂലുണ്ടെങ്കിൽ നമുക്ക് തൂക്കാൻ പറ്റും. ഇതിപ്പം നമുക്ക് പെരക്കാകം തൂക്കുന്ന ചൂലാണ്. അതാണ് എനിക്ക് തുമ്പൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും ജസ്റ്റ് ഞാൻ തറയാൻ തൂത്ത് കാണിക്കാം. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു പൊടിപടലം മൊത്തം പോവും. അമ്മാതിരിയുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇപ്പം മറ്റേ സാധാ നമ്മൾ മുറ്റം തൂക്കുന്ന കുറ്റിച്ചൂലെന്നൊക്കെ പറയുന്ന ആ ചൂലിനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനൊരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വളരെ ചെറിയൊരു കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.